ഹലോ, ഇന്ന് മുറ്റമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. കൃഷ്ണൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ മുറ്റത്ത് കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. എനിക്കൊരു ചെറിയ കിച്ചൺ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ, വഴിയെ കാണിക്കാം. അപ്പുക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പുക്കുട്ടൻ ഉറക്കം എണീക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് അവൾക്ക് വേണ്ടി ഡിന്നർ റെഡിയാക്കാം. ഇന്നത്തെ ഡിന്നറാണ് വെജിറ്റബിൾ മില്ലറ്റ് പാസ്ത. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഹെൽത്തി ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പാസ്ത റെഡിയാക്കാം. ആദ്യമായിട്ട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീറിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പേസ്റ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ചെറിയൊരു ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പംകിൻ, പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യേണ്ട, ബിക്കോസ് കുക്കറിൽ എന്തായാലും വേവിച്ചെടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താൽ മതി. ചൂടുവെള്ളത്തിലേക്ക് ഒരു കപ്പ് പാസ്ത ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു സൈഡിൽ നിന്ന് തിളച്ച് വന്നോട്ടെ. അതിനിടയ്ക്ക് അപ്പുക്കുട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പുക്കുട്ടനെ എടുത്ത് വരുമ്പോഴേക്ക് ഇത് ആ പാസ്ത നല്ല തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഈ കുക്കായ പാസ്ത നമ്മൾ ഒരു സ്റ്റീലിൻ്റെ സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ, വെള്ളം നമുക്ക് ഒഴിവാക്കി കളയാം. ആ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ കുക്കായിട്ട് വന്നിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഈ വെജിറ്റബിൾ സ്റ്റോക്കും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് അപ്പുക്കുട്ടൻ എനിക്കിത് നല്ലൊരു പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ ഒന്നും കൂടി നോക്കാം. കുക്ക് ചെയ്ത് വെച്ച പാസ്ത, വെജിറ്റബിൾ സോസ് ഇതാ, പിന്നെ നമ്മുടെ ബട്ടർ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ ബട്ടറാണ് ഇതാ, ക്രീം ചീസ് ഉണ്ട്, പിന്നെ സോൾട്ട്. ഞാനെപ്പോഴും വീട്ടിൽ പിങ്ക് സോൾട്ടാണ് കേട്ടോ അധികം എല്ലാ കുക്കിങ്ങിനും യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്ക് പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ ഞാനിതാ ഗ്യാസ് കത്തിച്ചു, പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഈ ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കണം. ഈ സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒരിക്കലും ഹൈയിലാവാൻ പാടില്ല കേട്ടോ, സോസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ലോ ഫ്ലെയിമിലുള്ള ഗ്യാസ് സ്റ്റൗവിലേക്ക് ഞാൻ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് സോസ് ഒരുപാട് തിക്കാവണ്ട, അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്തയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അതിലേക്ക് ഞാനിതാ ക്രീം ചീസ്, നമ്മൾ പനീറും പാലും ചേർത്ത് അടിച്ചിട്ടുണ്ടായല്ലോ, മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ആ ക്രീം ചീസ് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ക്രീം ചീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അതാ പാസ്ത നല്ല കുക്കായി നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്രീം ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ പാസ്ത ഓൾമോസ്റ്റ് റെഡിയാണ്. നല്ല ചൂടുണ്ട്, പക്ഷേ അപ്പൂന് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പൂൻ്റെ പ്ലേറ്റ്. ഞാൻ അതിൽ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൂന് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് തന്നെയാണ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറ്. എന്നാലും ഇടയ്ക്ക് അവൾ വാശി കാണിക്കുമ്പോൾ പുറത്തോട്ട് നടന്നിട്ടൊക്കെ ഫീഡ് ചെയ്യും. അങ്ങനെ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അപ്രൂവ് ആയിട്ടുണ്ട്. ആൾക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തംസപ്പൊക്കെ കാണിച്ച് പ്ലേറ്റെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.